ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് അടുക്കളയിലെ കുറച്ച് കലാപരിപാടികളാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങായും ഒരു ചാറുകറിയാണ് വെക്കാൻ പോണേ. പിന്നെ രാവിലെ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, മിക്കവാറും ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി എന്താണെന്ന് വെച്ചാൽ മാവ് തലേദിവസം മാവ് ഞാനെടുത്ത് വെളിയിൽ വെച്ചിരിക്കണം, തണുപ്പ് പോകാനുണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് തന്നെ രാവിലെ കറിയിലോട്ട് കയറുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഉണക്കച്ചെമ്മീനും മാങ്ങായും വെക്കാനായിട്ട് ഇത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഉണക്കച്ചെമ്മീൻ. അപ്പോൾ അമ്മു രാവിലെ കാപ്പി കുടിക്കേണ്ട എണീറ്റ് വന്ന് നമുക്ക് കാപ്പി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ കടുങ്കാപ്പി കുടിക്കുന്ന ശീലമുണ്ട്. കാര്യം ഇത് ഒരു ബാഡ് ഹാബിറ്റ് ആണെങ്കിലും ഈ കടുങ്കാപ്പി കുടിച്ചത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കടുങ്കാപ്പിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് കാലത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഇതായിരുന്നു ഉണക്കച്ചെമ്മീൻ കറി വെക്കുന്നതോ ചമ്മന്തിയോ പൊടിക്കുന്നതോ ഒക്കെ. ഈ മണം എനിക്ക് ഒട്ടുമേ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാനിത് കറി വെച്ച് കൂട്ടാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറോ ഇതിൻ്റെ മണക്കുന്ന മണമൊക്കെ അടിക്കുമ്പോൾ ഞാൻ ഓടുമായിരുന്നു, കാരണം ഒരു വൃത്തികെട്ട മണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിത് കോട്ടയത്ത് നിന്ന് എവിടെ തണ്ണീർമുക്കോ കുമരകോ അങ്ങാണ്ട് പോയപ്പോഴത്തേനും വാങ്ങിയതാണ്. കിലോയ്ക്ക് 150 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ആൾക്കാർ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ എല്ലായിടത്തും ഇങ്ങനെ വിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിയതായി ചെമ്മീൻ കേട്ടോ. അപ്പോൾ നല്ല ചെമ്മീൻ, അതുപോലെ പൊടിമീനൊക്കെ ഉണ്ടായിരുന്നു അവരിൽ. അപ്പം പൊടിമീനൊക്കെ ഇങ്ങനെ വറുത്ത് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും വെച്ച് ഇങ്ങനെ തേച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ അരയ്ക്കുന്ന പോലെയൊക്കെ തേക്കണം. അപ്പോൾ ഇതിന് തേക്കാനൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ വേസ്റ്റ് എല്ലാം അടന്ന് വരും. അതുപോലെ തന്നെ നടുക്കതിനകത്തെ തലയും വാലും ഒക്കെ പോയിട്ട് ആ ചെമ്മീൻ്റെ ആ പോഷൻ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ ഇച്ചിരി മെനക്കെട്ട പരിപാടി കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇപ്പോൾ എനിക്കിത് വൃത്തിയാക്കി തരുന്ന കുറച്ചൊക്കെ അമ്മ വൃത്തിയാക്കി തന്നെ രാവിലെ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിതൊന്ന് മാറ്റിയെടുത്ത് തരാനായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ അവളെ ചെയ്തു. അപ്പോൾ ആ സമയം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി റെഡിയാക്കി വെച്ചു കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു മാങ്ങായും കൂടെ വേണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഉണക്കച്ചെമ്മീനും മാങ്ങായും. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ പറ്റത്തില്ല. അതുപോലെ അതിൻ്റെ ചക്കക്കുരുവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നമ്മൾ തേങ്ങായും മുളകും മഞ്ഞൾപ്പൊടിയും ഒരു ഉള്ളി 1-2 ഉള്ളിയും കൂടെ വെച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് നോർമൽ മീൻകറി വെക്കുന്ന പോലെ തന്നെ അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ ഉണക്കച്ചെമ്മീൻ കൂടി ഇട്ട് തിളച്ചാൽ മതി. പെട്ടെന്ന് തിളച്ചാൽ വേകുന്ന കറി കേട്ടോ. ഓൾറെഡി നമ്മൾ ഉണക്കച്ചെമ്മീൻ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് അരപ്പിലോട്ട് ഇട്ട് കഴിയുമ്പോഴേ നല്ലതായിട്ട് വെന്ത് വരും. പിന്നെ വെന്തൊന്ന് കുറുകിയാൽ മതി കേട്ടോ. നല്ലതായിട്ട് ചാറൊക്കെ കുറുകി വരും. നല്ല രുചിയുള്ളൊരു കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവാറും എല്ലാവരും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് ഞാനായിട്ട് ആദ്യം കണ്ടുപിടിച്ച റെസിപ്പിയൊന്നുമല്ല, എല്ലാവരും സ്ഥിരം ചെയ്യുന്ന കറിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ മോർണിംഗ് വ്ളോഗിനകത്ത് ഇട്ടപ്പം ഒന്ന് ഈ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നതെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കറി ഏറ്റവും ഇഷ്ടം മൂത്ത നോക്കാം. ഈ പറഞ്ഞ അമ്മൂനാണ് ഏറ്റവും ഇഷ്ടം. ഇതുപോലെ ഉണക്കയില മാങ്ങ, അതുപോലെ തന്നെ തേങ്ങ അരച്ചൊക്കുന്ന മീൻകറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഓറഞ്ച് കളർ മീൻകറി എന്നാണ് ചോദിക്കുന്നത്. അമ്മയിന്ന് ഓറഞ്ച് കളർ മീൻകറിയാണോ അല്ലെങ്കിൽ ചുമന്ന മീൻകറിയാണോ എന്നാണ് ചോദിക്കുന്നത്. മുളക് വെച്ച മീൻകറി 2 കുട്ടികൾക്കും വലിയ താല്പര്യമില്ല കേട്ടോ. ഈ മീൻകറി തേങ്ങ അരച്ച മീൻകറി അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങയും കൂടി ഇട്ട് വെക്കുന്നത്. അവൾക്ക് ഈ ഒരു കറി മാത്രം മതി. കാരണം വേറെ തോരനോ മെഴുക്കോട്ടെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഉണക്കമീൻ ഞാൻ അധികം മീനൊന്നും ഉണക്കമീൻ കറി കൊടുത്തു വിടാറില്ല. ഭയങ്കര സ്മെല്ലായതുകൊണ്ട് അത് കൊടുത്തു വിടാറില്ല. ഇതിപ്പോൾ ഉണക്കച്ചെമ്മീൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഇത് മാത്രം ഉണ്ടെങ്കിലും വയറ് നിറച്ചും ചോറുണ്ടോളും. അപ്പം അവൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള കറി വെക്കുന്നത് തന്നെ. അങ്ങനെ അവളെന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാനിപ്പം തേങ്ങ അരച്ച് നമ്മൾ അരപ്പ് തിളപ്പിക്കണം. പിന്നെ മാങ്ങ ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മീൻകറിക്ക് എങ്ങനെയാണ് അരിയുന്നത് അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അരപ്പിട്ടിട്ട് അരപ്പും കൂടെ മിക്സ് ചെയ്ത് 1-2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് തിളപ്പിക്കണം. വളരെ എളുപ്പം വെക്കാം കേട്ടോ. ഈ പറഞ്ഞ പോലെ ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഇച്ചിരി പാടുള്ളൂ. അത് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. തലേദിവസം ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് വറുത്ത് വെച്ചിട്ട് അതിലെല്ലാം വേസ്റ്റെല്ലാം കളഞ്ഞൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ സമയമില്ല. ഇതിപ്പോൾ കുറേ ഞങ്ങൾ 1 കിലോ ചെമ്മീൻ മേടിച്ചു. അപ്പോൾ കുറേശ്ശെ ഞാൻ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് വറുത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കി എടുക്കുക ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതെല്ലാം ഒന്നിച്ച് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും എളുപ്പമുണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ക്ലീൻ ആക്കി വെച്ചിരുന്ന അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അരി തലേദിവസം നമ്മൾ റൈസ് കുക്കറി വെക്കും, അത് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഈ കറി അതുപോലെ തന്നെ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ചാറ് എന്തേരം വേണം അതുപോലെ വെക്കുക. ഞങ്ങൾക്ക് ശകലം ചാറില്ല ഞാൻ വെക്കുന്നത്. ഇത് തിളച്ച് പറ്റി കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും. മാങ്ങയൊക്കെ ആണെങ്കിലും കൊഴുപ്പാണല്ലോ. അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് വരുമ്പോൾ കുറച്ചുകൂടെ തിക്കായിക്കോളും. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇത് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഇത്രയും വേസ്റ്റ് കിട്ടി. ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോ. നമ്മൾ ഒരു 100 ഗ്രാം എടുത്ത് കഴിഞ്ഞാൽ ഒരു 50 ഗ്രാം പോലും കിട്ടത്തില്ല ഉണക്കച്ചെമ്മീൻ. അതിൻ്റെ വേസ്റ്റ് എല്ലാം കുറേ പോകും. പക്ഷേ ചിലവർ ഇതും കൂടെ കൂടിയിട്ട് വെക്കുന്നത് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഈ കാലും അതുപോലെ വേസ്റ്റൊക്കെ നമ്മൾ കടിക്കാൻ കിട്ടും. നമുക്കത് ഭയങ്കര ഇറിറ്റേഷനാകും ഈ മീനിൻ്റെ കറിക്കകത്ത് കിടക്കുമ്പോൾ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കരച്ചിരി മെനക്കേടാണെങ്കിലും നമുക്ക് ചെമ്മീൻ്റെ പോർഷൻസ് കഴിക്കാൻ പറ്റും. നല്ല നമുക്കിടയ്ക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. മറ്റേതാണെങ്കിൽ അതിൻ്റെ കാലും അതും ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കി ചെയ്യുന്നത്.
ഇനി അതല്ല ചിലരിത് മൊത്തത്തിലിട്ട് ചെയ്യുന്നവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങളിങ്ങനെയാണ് വെക്കാറുള്ളത്, ഇതുപോലെ എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ ശകലേ ചെമ്മീനെ കിട്ടുള്ളൂ കേട്ടോ. കാരണം ഉണക്കച്ചെമ്മീൻ നമ്മൾ വറുത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, കുറച്ചൊക്കെ പൊടിഞ്ഞും കൂടെ പോകും. അപ്പോൾ ആക്ച്വലി ഇത് വറക്കുമ്പോഴത്തേനും ഒത്തിരി പൊടിയുന്ന ഇതിൽ വറക്കരുത്, ഒരു ഒത്തിരിയും ഒടിയുന്ന രീതി വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ തേക്കുമ്പോഴത്തേനും ഈ മീൻ മൊത്തം പൊടിഞ്ഞു പോകും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒത്തിരി അങ്ങ് ഫ്രൈ ആകാതെ അതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇത് തേക്കുന്ന പാകത്തിലെടുക്കണം. പിന്നെ അമ്മ കുളിക്കാൻ പോയി, അവൾക്ക് എണ്ണ വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇത് തിളയ്ക്കാനായിട്ട് വെച്ചു. തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കി പറക്കി എടുത്തു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അത് പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവരെയൊക്കെ വിട്ടതിന് ശേഷമുള്ളൂ ഞാൻ പാത്രം കഴുകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം ബാക്കിയെല്ലാം ഒന്ന് ഒതുക്കി പറക്കി എടുത്തു. അന്നേരം മീൻകറി തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഈ മീനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടാൽ മതിയല്ലോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഈ വറുത്ത മീൻ ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കരുത്. നമ്മൾ ജസ്റ്റ് കഴുകിയിട്ട് അപ്പം തന്നെ പിഴിഞ്ഞതിലിട്ടിടണം, അല്ല പിന്നെ വെള്ളത്തിൽ കിടന്നത് കുതിരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ മീൻ കറി തിളയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കഴുകാവുള്ളൂ, അന്നേരത്തേനും കഴുകി അങ്ങ് ഇട്ടേച്ചാൽ മതി. അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് കഴുകി ഇങ്ങനെ ഇടുവാണ്. മീൻ കറി നല്ലതായിട്ട് തിള വന്നു. ഇതുപോലെ തിളച്ച് വരുമ്പോഴത്തേനും മീൻ കോരി ഇട്ടാൽ മതി. മീൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടേച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ ഉണക്കച്ചെമ്മീൻ ഇതുപോലെ ധാരാളമായിട്ട് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമുക്കിതുപോലെ കുറേശ്ശെ യൂസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, കുറേശ്ശെ ഉപയോഗിക്കാം. നമ്മുടെ ഇവിടെ കോട്ടയത്തിലൊക്കെ വരുമ്പോൾ ഇച്ചിരി റേറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ കുമരകം ഭാഗത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഉണക്കച്ചെമ്മീനും പൊടിമീനും ഒക്കെ നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അതുപോലെ വിലയിലും നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ ചെറിയ കടകളിൽ കിട്ടുന്നതിലും നല്ല വില വ്യത്യാസമുണ്ട് അവരുടെ കയ്യിൽ. പിന്നെ നമുക്ക് നോക്കി മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മിക്കവാറും കുമരകത്തോ അല്ലെങ്കിൽ തണ്ണീർമുക്കോ ആ ഭാഗത്തൊക്കെ പോകുമ്പം ഇതുപോലെ താറാമുട്ട, പൊടിമീൻ, ഇതുപോലെ ചെമ്മീനൊക്കെ ഞങ്ങൾ വാങ്ങാറുണ്ട്. ആലപ്പുഴയ്ക്കൊക്കെ പോകുമ്പോൾ, ആലപ്പുഴ ബീച്ചിലോ അങ്ങനെയൊക്കെ പോകുമ്പം ആ ഭാഗങ്ങളിലൊക്കെ പോകുന്ന വഴി സൈഡിലൊക്കെ ഇങ്ങനെ കാണാം, അടുത്തടുത്ത കടകളിൽ ഇങ്ങനെ ചെമ്മീൻ, ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത്. അപ്പം അവർ ഇച്ചിരി എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ചെമ്മീൻ നമുക്ക് നോക്കി മേടിക്കാൻ പറ്റും. അപ്പോൾ അത് ഇതുപോലെ ഞാൻ പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി തട്ടെടുത്ത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ എൻ്റെ മാവിൻ്റെ തണുപ്പൊക്കെ മാറി, മാവ് തണുപ്പ് മാറിയിട്ട് പിന്നെ ഇഡ്ഡലി വെക്കാൻ പോകും. പണ്ടൊക്കെ ഇഡലിമാവ് വരയ്ക്കുമ്പോഴത്തേനും എന്ത് ചെയ്താൽ പൊങ്ങത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഉഴുന്നരച്ചിട്ട് ഉഴുന്നിലോട്ട് അരി അരച്ച് ചേർക്കുക. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക, കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട്. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ എനിക്ക് എപ്പോഴും മാവ് പൊങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മാവ് പൊങ്ങാത്തവർ അതുപോലെ ഒന്നിച്ചിട്ട് അരയ്ക്കുന്നതും അതുപോലെ തന്നെ തിരിച്ച് മിക്സ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് മാവ് പൊങ്ങാനുള്ള ചാൻസ് ഇല്ല. ഇപ്പം നമ്മൾ ഉഴുന്നിലോട്ട് മാവ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുമ്പോൾ എപ്പോഴും മാവ് പൊങ്ങും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ മിക്കവാറും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ പിന്നെ എനിക്ക് ഇന്ന് വരെ മാവ് പൊങ്ങാതിരുന്നിട്ടില്ല. നമ്മൾ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും അരച്ച് വെച്ചാലും മാവ് പൊങ്ങാറുണ്ട്. ഞാനൊരു 11 മണി 12 മണിക്കൊക്കെ അരയ്ക്കാറുണ്ട്. ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അരി ഉഴുന്ന് വിടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ രാത്രി 12 മണിക്ക് 12:30 ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് മാവരയ്ക്കാറൊക്കെ ഉണ്ട്. അർദ്ധരാത്രിയിലൊക്കെ വന്ന് മാവരയ്ക്കും. അപ്പോൾ ഞാൻ ഓർക്കും ദൈവം മിക്സഡ് ഒച്ച കേട്ട് നാട്ടുകാരും കൂടെ എഴുന്നേറ്റ് വരുമോ. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്കൊരു 5 മണി 6 മണിയൊക്കെ മാവ് പൊങ്ങി വരാറുണ്ട് കേട്ടോ, ഇഡ്ഡലി മാവ്. അങ്ങനെ ഇഡ്ഡലി എല്ലാം കോരി വെച്ചു കേട്ടോ. ഇഡ്ഡലി എല്ലാം കോരി വെച്ചു. പിന്നെ ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തി, മിക്കവാറും മുളക് ചമ്മന്തി ഇല്ലേ, സവോള ചമ്മന്തിയാണ് മിക്കവാറും പിള്ളേർക്കൊക്കെ ഇഷ്ടം കേട്ടോ. മറ്റേ ചമ്മന്തിയില്ലേ, തേങ്ങാ ചമ്മന്തിയേക്കാളും ഇഷ്ടം മുളക് ചമ്മന്തി ഇഷ്ടം. വെറുതെ തേങ്ങ അരച്ച് ഞാൻ എത്രയോ പ്രാവശ്യം കൊണ്ട് കളയുമെന്നറിയാമോ. തേങ്ങാ ചമ്മന്തി വലിയ താല്പര്യമില്ല, വെള്ള കളറുള്ള ചമ്മന്തി. ഒരു പച്ചച്ചവയാണ് പറയുന്നത്, പക്ഷേ എനിക്കിഷ്ടം കേട്ടോ. അതും സാമ്പാറും കൂടെ അടിപൊളിയാണ്. ഇന്ന് സാമ്പാറൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ വെള്ളച്ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ കറി വേഗം ആറാൻ വെച്ചു, ചൂടാറി കഴിഞ്ഞിട്ട് പാത്രത്തിലോട്ട് മാറ്റാനായിട്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.